നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിനകം താനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ചില ദിവസങ്ങളായി ഞങ്ങൾ പോകേണ്ടുന്ന വഴി കർത്താവെ നീ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്ന നല്ല കൃപയ്ക്കായിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുവാൻ ഗ്രഹിപ്പാത്തൊക്കെ വേണം കർത്താവ് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിച്ചാകട്ടെ. അവിശ്വാസം വിട്ട് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ കർത്താവെ നിന്റെ യാഗ രക്തം കേതുവായിട്ട് കർത്താവ് ഞങ്ങൾ ചെയ്യാമെടുക്കുകയാണ്. നീ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. സ്തോത്രം. ഇനിയും കൂട്ടി വരുവാണ് ജനത്തെ കർത്താവ് കൂട്ടി വരുത്തുമാറാണ്. പരിശുദ്ധാത്മാവ് ദൈവമേ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം ക്രൂശിലെ കരയേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളായിരുന്നു റോമാലേഖനത്തെ ആസ്പദമാക്കി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണ്, ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ. ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതും ക്ലാസ്സുകൾ കുറച്ച് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ആകുന്നില്ല. സ്പീഡ് കുറച്ചുകൂടി സൗണ്ട് ആകുന്നില്ല. സ്തോത്രം. അത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നടക്കുന്നുണ്ടോ, പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെയായിരിക്കണം. കാരണം ഇതെല്ലാം വളരെ ആഴത്തിൽ പഠിപ്പിച്ച സഭകളാണ്. ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സഭകൾ. അവരുടെ കാലത്ത് തന്നെ, അപ്പസ്തോലന്മാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഗലാത്യ സഭ വളരെ ശക്തമായി പിന്മാറ്റത്തിലേക്ക് പോയി. എബ്രായർക്ക് എഴുതിയ ലേഖനം എതിരിക്കുന്ന സഭകൾ വളരെ പിന്മാറ്റത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായിട്ട് വചനം കറക്ഷൻസിന് വേണ്ടിയിട്ടുള്ള വചനങ്ങൾ എഴുതുന്നത്. കാരണം അത്തരം ഫോഴ്സുകൾ, വ്യാജ ഉപദേശത്തിൻ്റെ ഫോഴ്സുകൾ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന സമയത്ത് അപ്പസ്തോലന്മാർ വിശ്വാസത്തിൽ വന്ന ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ജനത്തെ കൃപയിൽ ഉപദേശത്തിൽ നിർത്തുവാൻ തക്കവണ്ണം വളരെ ശക്തമായ ടൂൾസ്, അതായത് ലേഖനങ്ങൾ, വളരെ ഷാർപ്പായിരിക്കുന്ന ലേഖനങ്ങൾ, വളരെ തർജ്ജനം ചെയ്യുന്ന കറക്ഷൻസിൻ്റെ ലേഖനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഗലാത്യ സഭ. വളരെ ഉപദേശങ്ങൾ കൂടെ സ്ഥാപിച്ചെടുക്കുന്ന ലേഖനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഇന്ന് അതിനേക്കാളും ഒന്നാം നൂറ്റാണ്ടിനേക്കാളും രൂക്ഷമായിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ആയിരക്കണക്കിന് കൂട്ടായ്മകൾ, സഭകളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനങ്ങൾ മാറിക്കിടക്കുന്നത് ഉപദേശത്തിലാണ്. അതുകൊണ്ടാണ് റോമലേഖനത്തെ ആസ്പദമാക്കി യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഉപദേശത്തിൽ നിങ്ങൾക്ക് മനസ്സിലാണ് ഞാൻ ഇതുവരെയും വ്യാജമായിരുന്നു മുറുകെ പിടിച്ചിരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതുകൊണ്ട് വേണ്ട വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് അതിൽ ശോധന ചെയ്യാം. റോമലേഖനത്തിലാണ് അടിസ്ഥാന ഉപദേശങ്ങളിൽ തന്നെ അനേക ഡീവിയേഷൻസ് ഉള്ളത്. ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ അദ്ദേഹത്തെ കൊണ്ടുപോയില്ല. കാരണം നിങ്ങൾ വളരെയധികം സംശയങ്ങൾ ഉദിക്കും. അതുകൊണ്ട് സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതും ഇനി എന്തെങ്കിലും കേൾക്കാൻ പോയാൽ തന്നെ നിങ്ങൾക്കത് തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും ത്യജിച്ച് കളയാൻ സാധിക്കും. അനേക ഉപദേശങ്ങൾ, പെന്തിക്കോസ്ത് ഗോളങ്ങളിൽ തന്നെ അനേക വ്യാജ ഉപദേശങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം കേൾക്കുന്ന മാത്രയിൽ തന്നെ വചനം വെച്ച് അതിനെ വിവേചിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വ്യാജം എന്തുമാത്രമെന്ന് ആയിരക്കണക്കിനുണ്ട് വ്യാജോപദേശങ്ങൾ. അതിനെല്ലാം എടുത്ത് വിവേചിക്കാനും അതിനൊക്കെ സത്യോപദേശം കൊണ്ട് കറക്റ്റ് ചെയ്യാനും ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കാതെ സത്യം എന്താണെന്ന് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് വ്യാജം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന് ദൈവവചന പ്രകാരം ശോധന ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. നമ്മൾ അനേക ക്ലാസ് 32nd ക്ലാസ്സാണ്, 32ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ദിവസങ്ങളിൽ, അതായത് വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി, സൗജന്യമായിട്ട് നീതീകരണം പ്രാപിച്ചതായ ഒരു വ്യക്തി സാമൂഹിക തലത്തിലും ചർച്ചിനകത്തും, ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ചിനകത്ത് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയായിരിക്കണം അവൻ്റെ ജീവിതം, എങ്ങനെയായിരിക്കും
ഇതല്ല വേറൊരു രീതിയിലാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന വ്യക്തികൾ, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലെ വ്യക്തികളുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ നടത്തുന്ന പാസ്റ്റർമാർ, ഞാനിപ്പോൾ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി യൂട്യൂബിൽ അനേകർ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കത് ബോധ്യമാണ്, ദൈവവചനപ്രകാരം ബോധ്യം വരികയാണെങ്കിൽ കീപ് സെപ്പറേറ്റ് ഫ്രം ദം. ഇത് നിങ്ങളുടെ സോളിൻ്റെ രക്ഷയുടെ വിഷയമാണ്. ആരെയും മുഖപ്രസാദത്തിന് വേണ്ടി പ്രീതിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് വചനം പറഞ്ഞു പറയാം, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയല്ലയോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ? കീപ് അവേ. അതാണ് പറഞ്ഞത്, സാമാന്യമായതിൽ നിന്നും ദൈവത്തിന് വേണ്ടിയുള്ളതിന് വേർതിരിക്കുക, വിശുദ്ധമായതിനെ വേർതിരിക്കുക. ഇതാണ് ദൈവവചനം കൊണ്ട് ചെയ്യുന്നത്. ഇത് ചെയ്യാതിരുന്ന പ്രവാചകന്മാരെ പഴയ നിയമകാലത്ത് ദൈവം ശക്തമായിട്ട് ശാസിക്കുകയായിരുന്നു ചെയ്തത്, വളരെ തർജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ അത്രയൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൻ്റെ ആവശ്യകത എന്താ? നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് നാവിൽ ഞാൻ ചിന്തിച്ചതായിരുന്നു. ഇത് യശയ്യാപ്രവചനം 55:10-11 വാക്യങ്ങൾ. മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അത് അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ, വിത്തും ഭക്ഷിപ്പാൻ, ആഹാരം നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെയാവുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങാതെ, നാം എന്ന സത്യവചനം കേട്ടുകൊണ്ട് ദൈവത്തിനടുത്തേക്ക് വന്നത് വെറുതെ മടങ്ങിപ്പോകില്ല, അതിൻ്റെ കാര്യം നിവർത്തിക്കും. ദൈവം എന്തിനു നമ്മുടെ മധ്യത്തിൽ അയച്ചോ? ചിലപ്പോൾ കറക്ഷൻ്റെ വചനമായിരിക്കാം, ചിലപ്പോൾ ആശ്വാസത്തിൻ്റെ വചനമായിരിക്കാം, ചിലപ്പോൾ പ്രബോധനത്തിൻ്റെ വചനമായിരിക്കാം, ചിലപ്പോൾ ഉപദേശത്തിൻ്റെ കറക്ഷൻസ് ആയിരിക്കാം. അത് അവിടേക്ക് മടങ്ങയില്ല. നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്, രൂപാന്തരപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവരെ ശക്തീകരിക്കാൻ വേണ്ടിയാണ്, വേരൂന്നാൻ വേണ്ടിയാണ് അയക്കുന്നത്. അതെനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ ദൈവം കുറച്ചും കൂടി ചൂട് കൂട്ടും. ഞാൻ ഭീതിപ്പെടുത്താനല്ല പറയുന്നത്. ഔട്ടർ ഷെല്ല്, ഒരു സീഡിൻ്റെ, ഒരു വിത്തിൻ്റെ ഔട്ടർ ഷെല്ല് ഡീക്കേ ആകാത്തോടത്തോളം അത് തനിയേ ഇരിക്കുള്ളൂ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. അപ്പോൾ നമ്മുടെ ഈ ഔട്ടർ ഷെല്ലിൽ പല പല ഉപദേശങ്ങൾ കൊണ്ടോ, നമ്മുടെ പല ജഡത്തിൻ്റെ മോഹങ്ങളോ പല കാര്യങ്ങളോ കൊണ്ടൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും ബൗണ്ടഡ് ആണ്. അതിനെ രൂപാന്തരപ്പെടുത്തി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ, ഞെരുങ്ങിയിരിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ദുഃഖിച്ച് ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തി ക്രിസ്തുവിൽ വേരൂന്നി ഒരു പുതിയ സൃഷ്ടിതായിട്ടുള്ള ഫലം നമ്മളിൽ കൂടെ വരുവാൻ വേണ്ടിയാണ് ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കേട്ടു, നല്ലൊരു ക്ലാസ് കേട്ടു, നല്ല ക്ലാസ് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഒരു വാഴമയിൽ വചനം നമുക്ക് അത് ചിന്തിച്ചതല്ലോ, റോമലേഖനം 11:36 വാക്യം, അവസാനത്തെ വാക്യം, സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. സകലതും അവനിൽ നിന്ന് അവങ്കിലേക്ക്. ഇത് നമ്മൾ അവങ്കിലേക്ക് എത്തേണ്ടതാണ്. അതിനാണ് നമ്മളിൽ ഒരു ഹ്യൂമൻ സ്പിരിറ്റിന് തന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന ഹ്യൂമൻ സ്പിരിറ്റിന് തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നശിപ്പിച്ച് കളയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അവരോടുകൂടെ രാജാക്കന്മാരായിട്ട്, പുരോഹിതന്മാരായിട്ട് അവരോടുകൂടെ വാഴുവാനാണ്. ആ ഫോർവേഡ് പോകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന കാര്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ഫ്രീ പ്രൊവിഷൻ ആണ്. ഫ്രീ പ്രൊവിഷൻ. അതിൽ നിന്ന് നാം ഡീവേറ്റ് ചെയ്യുമ്പോൾ ദൈവം ഈ ഫ്രീ പ്രൊവിഷൻസിനെ ചിലപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യും. നമ്മുടെ ആരോഗ്യം എന്ന ഫ്രീ പ്രൊവിഷൻ, സമ്പത്ത് എന്ന ഫ്രീ പ്രൊവിഷൻ. നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുവരാതെ പോകുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ അനേകർക്ക് സന്തോഷം. കുഞ്ഞ് കരഞ്ഞുകൊണ്ടാ അല്ലേ? എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ നഴ്സുമാരൊന്ന് പുറത്ത് തട്ടി കരയിപ്പിക്കും. കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം മറ്റുള്ളവരൊക്കെ സന്തോഷിക്കും. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴോ അത് സന്തോഷത്തോടു കൂടെ പോകണം. എപ്പോൾ? അതിൻ്റെ സോള് നിത്യതയിലേക്ക് ക്രിസ്തുവിനോട് കൂടെ വാഴുവാനാണ് പുറപ്പെടുന്നതെങ്കിൽ. മറ്റുള്ളവരെ കരഞ്ഞാലും മറ്റുള്ളവരെ കരയും. ക്രിസ്തു തൻ്റെ ക്രൂശീകരണ സമയത്ത് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കായിരുന്നു. കാരണം അവൻ്റെ സോള് സാധാരണ വിശുദ്ധന്മാരും മറ്റുള്ളവരെ അടുത്തു നിൽക്കുന്നവരേക്ക് ആശ്വസിപ്പിച്ച്
നിങ്ങൾ ആരും കരയേണ്ട, പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്കാണ് ഇപ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടെ, നല്ല ധൈര്യത്തോടുകൂടെ. കാരണം അവൻ്റെ സോളിൽ, അവൻ്റെ മനസ്സാക്ഷിക്ക് അറിയാം, സ്തോത്രം, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്, എനിക്ക് ക്രിസ്തുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടോ, ഞാൻ റീകൺസിലിയേഷൻ നടന്നതാണോ, എൻ്റെ പാപത്തിനെ കുറിച്ച് ക്ഷമിച്ച് കിട്ടിയതിൻ്റെ അടയാളം എന്നിൽ ഉണ്ടോ, പരിശുദ്ധാത്മാവെന്ന മുദ്ര എന്നിൽ ഉണ്ടോ, ഇതെല്ലാം നല്ലോണം അറിയുന്ന ഒരു വ്യക്തി, ഒരു വിശുദ്ധൻ ഈ ശരീരം വിട്ടു പോകുമ്പോൾ മറ്റുള്ളവരും കൂടി ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ കേസ് വരുമ്പോൾ അവൻ അയ്യം വിളിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? അവൻ്റെ സോള് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പോകേണ്ട സ്ഥാനത്ത്, അതായത് പാതാളത്തിൽ പോയിക്കൊണ്ട്, ഹേഡീസ് അല്ലെങ്കിൽ ഷിയോളിൽ പോയിക്കൊണ്ട് നമുക്ക് പല കഷ്ടം അനുഭവിക്കുകയായിരുന്നു. ഇത് പഠിപ്പിക്കുമ്പോൾ പലരും ഇതൊക്കെ ദുരുപദേശമാണ്, അതിനൊന്നും ആവശ്യകതയില്ല. ഇല്ലെങ്കിൽ മനുഷ്യന്റെ സോളിലാണ് പാപം ആരംഭിച്ചത്. ബുദ്ധി ഇരിക്കുന്നത് സോളിലല്ലയോ, മൈൻഡ് ഇരിക്കുന്നത് സോളിലല്ലയോ, അവിടെയല്ലോ സൈറ്റാന്റെ ഉപദേശം കടന്നു വന്നത്. ഇതേപോലെ തന്നെയാണ് വ്യാജ ഉപദേശങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ കടന്നു വന്ന് നമ്മുടെ സോളിനെ ഡിഫൈൻ ചെയ്യും, പിന്നെ അവരുടെ പക്ഷത്തായി തീരും. ശരിയായി പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് അത്ര ആവശ്യമുണ്ടോ, നിങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോവുകയുള്ളൂ, ഇങ്ങനെ പലതും ചോദിക്കാൻ തോന്നും. എല്ലാ വിശുദ്ധന്മാരും മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് അയ്യം വിളിച്ചിട്ട് വേർപ്പെടുന്നു. കാരണം അവൻ്റെ സോള് പോയത് പാതാളത്തിലേക്കാണ്. ഈ സ്നേഹത്തിൽ വേണം നമുക്ക് ക്രിസ്തുവിനോട് അടുക്കുവാൻ. മറ്റൊന്നും കിട്ടിയതോട് അടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ ഫ്രീ പ്രൊവിഷൻസ് ആണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്നേഹം, അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അറ്റോൺമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് പഠിക്കണം. അറ്റോൺമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കൂടെ കേട്ടല്ലോ, സ്തോത്രം, നമ്മളെല്ലാവരും തന്നെ ആദാമിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാവരും തന്നെ ആദാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് നാം എല്ലാവരും, ഇനി വരുവാനുള്ള മനുഷ്യരും ആദാമിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷെ അവനവൻ്റെ സമയത്ത് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആദാമിൻ്റെ സിന്നിൻ്റെ കോൺസിക്വൻസ്, ആദാമിന്റെ പാപത്തിന്റെ കോൺസിക്വൻസ് ചുമന്നുകൊണ്ടാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ വരുന്നത്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് ഒരു ഫ്രഷ് ഹ്യൂമൻ സ്പിരിറ്റിനെയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കുന്നത് അടിസ്ഥാന ഉപദേശങ്ങളിൽ പലരും പല രീതിയിൽ പഠിപ്പിക്കുന്നതാണ്. ആദാമ്യ പാപത്തിന്റെ കോൺസിക്വൻസ്, നമ്മളെല്ലാവരും ആദാമിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ ആദാം തെറ്റ് ചെയ്തപ്പോൾ അവന് കിട്ടിയതായിട്ടുള്ള ശാപങ്ങൾ, അതിന്റെ കോൺസിക്വൻസ് എല്ലാം വഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും വരുന്നത്. അതാത് സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ വെളിപ്പെടുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ മനുഷ്യാത്മാവിനെയാണ് തരുന്നത്. ആ മനുഷ്യാത്മാവാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലേണ്ടത്. പക്ഷേ ഇത്രമാത്രം കറക്ഷനുള്ള സമയത്ത് നമ്മളെല്ലാവരും പലപ്പോഴും സ്ലിപ്പായി പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ആദമ്യ പാപത്തിൻ്റെ നേച്ചറുണ്ട്. ഇത് നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷവും വീടുജനം പ്രാപിച്ച ശേഷവും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. അവിടെയും തെറ്റ് പഠിപ്പിക്കുന്നവരുണ്ട്. അതില്ല, പൗലോസ് അത് പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെയും അനുഭവമില്ലാത്തവർ പലരും പറയും. ആ വിഷയത്തിലേക്കാണ് ഇന്ന് കടന്നു വരാൻ പോകുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉപദേശം, അതായത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ വളരെ വ്യക്തമായിട്ടിരിക്കണം. പൊതുവെ പാസ്റ്റർമാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയും ഈ അടിസ്ഥാനമായ കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല. പുറമേയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഇവിടെ വെള്ളവിധനും വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പാട്ടുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും. ഈ ഉഴുന്ന സമയത്ത്, പ്ലോ ചെയ്ത സമയത്ത് നല്ല വെള്ളം കിടക്കുന്ന കണ്ടന്റിൽ പ്ലോ ചെയ്താൽ അറിയില്ല. അതുപോലെ തന്നെയാണ് കൂട്ടത്തിൽ പാട്ട് പാടി കഴിഞ്ഞാൽ അറിയാലോ. പാട്ട് പാടാൻ അറിയാത്തവരും കൂട്ടത്തിൽ പാടാം. ഇതല്ല സാമാന്യമായതിൽ നിന്നും ദൈവത്തിനുള്ളത് വിശുദ്ധമായതിനെ വേർതിരിക്കാനോ സുവിശേഷത്തിന്റെ പ്രവൃത്തികൾ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പോയി. അപ്പം നമുക്ക് ചിന്തിക്കാനുള്ളത്, അമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചു, അതിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചു. ഒരു അവയവം അതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഞാൻ വീണ്ടും പറയാൻ കാരണം, ചർച്ചിനകത്തുള്ള ബിഹേവിയർ, അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ആയിരിക്കുന്ന ചർച്ചിൽ, അവനായിരിക്കുന്ന ശരീരത്തിൽ അവൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് അതിൽ നിന്ന് അറിയാൻ സാധിക്കും. അവൻ
അവന് ലഭിച്ചതായിട്ടുള്ള റൈഷ്യസ്നെസ്സിലാണോ, ഫ്രീ റൈഷ്യസ്നെസ്സിലാണോ അവൻ, അല്ലെങ്കിൽ സ്വയത്തിലാണോ? അനേക വീരന്മാരായ ദേവദാസിമാരും വീണുപോയ കാര്യങ്ങളാണ് ഇവിടെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. ഒരു അവയവവും ആ അവയവത്തിന് വേണ്ടിയല്ല ശരീരത്തിലായിരിക്കുന്നത്, മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കാനാണ്. അതിന്റെ കാര്യത്തെക്കുറിച്ച് അന്നല്ല പറഞ്ഞല്ലോ, ഒരു ദിവസം പറഞ്ഞല്ലോ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. മിനിസ്ട്രി എന്ന വാക്കാണ് ന്യൂ കിങ് ജെയിംസ് വെർഷൻ എടുത്തിരിക്കുന്നത്, മറ്റ് പല ഭാഷകളും എടുത്തിരിക്കുന്നത് സർവീസ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ഞാനത് യേശുവിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അത്താഴത്തിൽ അവൻ്റെ വസ്ത്രം ഊരി വെച്ചിട്ട് തോർത്തെടുത്ത് അരച്ചുറ്റി വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. അത് പറഞ്ഞുകൊണ്ട് ഇന്ന് പാദശുശ്രൂഷ, ആണ്ടർതിക്ക് പാദശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിരിക്കുക, കാല് കഴുകല്, കമ്മിറ്റിയിൽ അടിയും വഴക്കുക. ഇതല്ല നിന്റെ ചർച്ച. നീ ആയിരിക്കുന്ന ശരീരത്തിലോ ഒരു അവയവത്തിന് ഹാനിയുണ്ടെങ്കിൽ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ വ്യക്തിയെ റീസ്റ്റേർഡ് ചെയ്യുവാൻ എന്താണ്, ചിലപ്പോൾ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവർ ഉപദേശിക്കേണ്ടി വരും, ചിലപ്പോൾ അവർ ശാസിക്കേണ്ടി വരും. വല്ല വിധേനയും അതും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി. ഗലാത്യർ 6-1 പറയുന്നത് പോലെ വല്ലവരും തെറ്റിലകപ്പെട്ടുവെങ്കിൽ ആത്മീകരായ നിങ്ങൾ, those who are controlled by the spirit of God, അന്യഭാഷ പറയുന്നത് കൊണ്ടല്ല, ആ പ്രത്യേകമായ സബ്ജക്റ്റിൽ ഇടപെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് തരുന്നതിനനുസരിച്ചുകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്താൻ നോക്കണം, ഒപ്പം തന്നെ താനും സൂക്ഷിക്കണം. അപ്പൊ ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത 2 കാര്യമാണ് ഇന്ന് ഒരുമിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉപദേശത്തിലും ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ. He who teaches in teaching, he who exhorts in exhortation. ഇത് രണ്ടും കൂടെ ഒരുമിച്ചെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇത് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്ര നേരം ചില കാര്യങ്ങളൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള മേജർ ഡീവിയേഷൻസ് പറയാൻ കാരണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ബൈബിളിക്കൽ അല്ലാത്ത ഒരു കാര്യമാണ് ജന്മപാപം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ആദാമിൽ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരുന്നു, ഓരോരുത്തരും അവനവന്റെ സമയത്ത് വെളിയിൽ വരുന്നു മാത്രം. അതിനൊക്കെ നമ്മൾ പലരും ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വലിയ ചെലവ് ചെയ്ത് ആഘോഷിക്കും. നിന്റെ ബർത്തൊക്കെ ആദാമിൽ നടന്ന സൃഷ്ടിപ്പ്. ഇനി ബർത്ത്ഡേ ഉണ്ടെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു ബർത്ത്ഡേ ആണുള്ളത്. നിന്റെ സൃഷ്ടിപ്പ് ആരംഭം ആദാമിൽ നടന്നതാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം വരുന്നത്, ആദാമിൽ എല്ലാവരും മരിച്ചിരിക്കുന്നുവെങ്കിൽ, ആദാമിന്റെ ശിക്ഷകൾ ഫോളോ ചെയ്തെങ്കിൽ, അല്ല ആദാമിന്റെ കറപ്റ്റഡ് സ്പിരിറ്റാണ് നമുക്ക് തരുന്നതെങ്കിൽ, ഇത് പുതുതായി ജനിക്കുന്ന നമ്മളിപ്പോഴത്തെ ഫിസിക്കലായിട്ട് ജനിക്കുന്നവരുടെ തെറ്റല്ല. അത് ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധിക്കുന്നവനാണ് ദൈവം. ഈ ഒരു ഉപദേശം നിനക്ക് പിടിച്ചിരിക്കുന്നറിയാമോ? ഏക മനുഷ്യരാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇത് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഏക മനുഷ്യന്റെ നീതിയാൽ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി കൊണ്ടുവരാം. ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ എല്ലാവരും, ഈവൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഉപദേശം ഉണ്ട്. ഞാനതൊന്നും നിങ്ങളോട് പറയുന്നില്ല. അതിന് പറയും യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന്. അത് തെറ്റാണ്. ഓരോരുത്തരും വിശ്വസിക്കുന്നവരും, അല്ലേ, വിശ്വസിക്കുന്നവരും ദൈവം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് വിശ്വസിക്കേണ്ട ആവശ്യകത എന്താ? ആശ്രയിക്കുന്നവൻ. നമ്മുടെ കാര്യങ്ങൾ നടന്നിട്ടുള്ള ആശ്രയമല്ല, എന്നിൽ പാപം വസിക്കുന്നുണ്ട്, അതിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ആദാമിൽ എനിക്ക് കിട്ടിയതാണ്. ഇതിനെനിക്ക് ഓവർകം ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് സാധ്യമല്ല. പാപമില്ലാതെ, സ്തോത്രം, ലോകത്തെ ജയിച്ചവൻ, സേറ്റാനെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രീവില്ലിൽ, എൻ്റെ സോളിനെ, എൻ്റെ ഫ്രീവില്ലിനെ അവനെ ഏൽപ്പിച്ചിട്ട് അവൻ എന്നെ അനുസരണത്തിൽ തികഞ്ഞവനാക്കി എടുത്താൽ മാത്രമേ ഞാൻ നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ കാണുകയുള്ളൂ. അവൻ്റെ കരുണ കൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ സാധിക്കും. അവൻ്റെ കരുണ കൊണ്ട് നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ എടുക്കുവാൻ അവന് സാധ്യമല്ല. അവൻ അങ്ങനെ ചെയ്താൽ ദൈവം എന്ന അവസ്ഥയിൽ മാറിപ്പോകും. ഇതൊക്കെ ആഴത്തിലുള്ള ഉപദേശങ്ങളാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് എന്ത് പോഷത്തരമായി പറയുന്നെന്ന്. ദൈവം തൻ്റെ നീതി വിട്ട് കരുണ കാണിക്കുന്നവനല്ല, കരുണ ചെയ്യുവാൻ സാധ്യമല്ല. തൻ്റെ നീതിയെ നിവർത്തിപ്പാനാണല്ലോ പുത്രനയച്ച് തൻ്റെ ഏകജാതനെ അയച്ചുകൊണ്ട്
നമുക്ക് വേണ്ടി പാപപരിഹാരമാക്കി തീർത്തത്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇതൊക്കെ നമ്മൾ യശയ്യാപ്രവചനം 53 പഠിച്ചിട്ടുള്ളതാണ്. തന്റെ നീതിയെ മാറ്റിവെച്ചുകൊണ്ട് കരുണ കാണിപ്പാൻ ദൈവത്തിന് സാധ്യമല്ലെന്ന് കരുണയുടെ കർത്താവ് എന്ന് പറഞ്ഞ് ലോകമെമ്പാടും പോഷത്തരം കാണിക്കുന്നുണ്ട്. കൃപാസനം എന്ന് പറഞ്ഞ ഇവിടെ ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലം, കൃപാസനം എന്ന വാക്ക് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നാവിലെടുക്കാൻ ഭയപ്പെടും. ഇപ്പൊ മറിയെ കൊണ്ട് കൃപാസനമാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് പോയ സമയത്ത് ഒരു ഓട്ടോയുടെ പിറകിൽ എഴുതി വെച്ചിരിക്കുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് എന്ത് സന്തോഷം. എലിസബത്ത് പറയുന്ന കാര്യം ഓട്ടോയുടെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്നത്. കൊടുക്കുന്ന ആർക്കാ? മറിയയുടെ പടം വെച്ചിട്ട്. പക്ഷെ മഹത്വം പോകുന്ന ആർക്കെന്നറിയാമോ? സെമിറാമീസിന്. മറ്റൊരു ഓട്ടം കണ്ടത് എൽഷദായ്. അതിൻ്റെ അടുത്തൊരു ഫോട്ടോ ആരുടെയെന്നറിയോ? താടി മീശക്കാരൻ്റെ ഫോട്ടോ. ആര്? എൽഷദായ്. എന്താ സംഭവിക്കുന്നത്? ഈ പാവപ്പെട്ട ജനത്തെ വഞ്ചിച്ചുകൊണ്ട് വ്യാജം പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന ഉപദേഷ്ടക്കന്മാര് ഈ എട്ടും പൊട്ടും തിരിയാത്ത കത്തോലിക്കിനെ പിടിച്ചുകൊണ്ട് ഒരു പടം വെച്ചിട്ട് എൽഷദായ് പറയുമ്പോൾ വചനമാ. അവർക്ക് ദൈവത്തോട് ഭയമുണ്ട്, ഭക്തിയുണ്ട്. ആ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിനെ പിടിച്ചു നിർത്തുക. എന്താ സംഭവിച്ചത്? യൊരോബെയാമിന്റെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ. ദാനിയേലും ബെർശേബയിലും ഓരോ കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്തിനാ ജനം ആണ്ടിൽ 3 പ്രാവശ്യം യെരൂശലേം ആലയത്തിൽ പോകണം. പെസയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തെ പെരുന്നാൾ ഒരുമിച്ച് വരുന്നത്, വാരോത്സവ പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഈ 3 ഉത്സവങ്ങൾക്കും ആവർത്തന പുസ്തകം 16 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പുരുഷ പ്രജയൊക്കെയും യെരൂശലേം ആലയത്തിൽ പോകണം. അപ്പൊ കൂടെ ഇവർ ആലയത്തിൽ പോകുമ്പോൾ ഈ യൊരോബെയാമിന്റെ കൂടെ 10 ഗോത്രമുണ്ട്, ദൈവം കൊടുത്തതാ. ഈ ജനത്തിന്റെ ഹൃദയം മാറി യെരൊബെയാമിലേക്ക്, ശലോമോന്റെ മകനായിരിക്കുന്ന യഹൂദയുടെ രാജാവായിരിക്കുന്ന രെഹബെയാമിലേക്ക് ചാഞ്ഞു പോയാലോ എന്ന് ഭയന്നിട്ട് 2 കാളക്കുട്ടി ഉണ്ടാക്കി. ഒന്നിനെ ദാനിയേൽ, ഒന്നിനെ ബെർശേബയിൽ സ്ഥാപിച്ച് പറഞ്ഞു, ഇസ്രായേലേ, ഇതാ നിന്റെ ദൈവം, നിന്നെ മിസ്രയീമിൽ നിന്ന് പിടിപ്പിച്ചുകൊണ്ട് നിന്റെ ദൈവം. ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് എല്ലാ വ്യാജ ഉപദേശങ്ങളും പറഞ്ഞുകൊണ്ട് ജനത്തെ തന്റെ പക്ഷത്താക്കി വയ്ക്കുന്ന ഏത് പുരോഹിതന്മാരുമായാലും, ഏത് മെത്രാന്മാരായിരുന്നാലും, ഏത് തിരുമേനിമാരായിരുന്നാലും, ഏത് സെൻട്രൽ പാസ്റ്റർമാരായാലും, ഏത് പ്രവാചകന്മാരായാലും അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷേ യൊരോബെയാമിന് സംഭവിച്ചെന്ന് അറിയാമോ? അവന്റെ തലമുറകളെ, കുടുംബത്തെ, വംശത്തെ ദൈവം ഭൂമി നിഷേധിച്ച് കളഞ്ഞു. പക്ഷെ ഇന്ന് ദൈവം അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവനെയൊക്കെ 2 തെസ്സലോനിക്കയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബോഷ്കിന്റെ ആത്മാവ് വിശ്വസിക്കുമാർ. എന്തിനാ? സത്യം സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ, ക്രിസ്തുവിനെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ ന്യായവിധി ചെന്നപ്പെടേണ്ടത് ദൈവം തന്നെ ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഒന്നിനു പുറകെ ഒന്നായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഉഷര, അവർക്ക് ഭയങ്കര ഉഷര. കാരണം ആരാ? ദൈവം തന്നെ അയക്കുന്നത്. പിന്നെ ആരെതിർക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരെതിർക്കുന്നത്? ദൈവം തന്നെ വ്യാജത്തിന്റെ ശക്തി അയക്കുക. ഇതിന്റെ ഇടയിലാണ് സത്യ ഉപദേശം കേട്ടുകൊണ്ട് നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി, വിശ്വാസത്തിന്റെ വിഷയത്തിലാണ് നമുക്ക് പോരുള്ളത്, അല്ലാത്തവർക്ക് പോരൊന്നില്ല. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കേണ്ട ആവശ്യകതയുള്ളത്. അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടും. ഓടിയതും അധ്വാനിച്ചതൊക്കെ വെറുതെ ആയി തീരും. ഇതിനെല്ലാം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപദേശ കാര്യങ്ങളൊക്കെയും പറഞ്ഞു തരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. ഇനി ഉപദേശത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഉപദേശമാണ് അടിസ്ഥാനമായിട്ട് കിടക്കുന്ന വിഷയം. ക്രിസ്തു തന്നെ അടിസ്ഥാനം. അപ്പൊ ക്രിസ്തുവിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുവാൻ നാം ആരാണെന്നും ക്രിസ്തു നമുക്ക് വേണ്ടി ആരാണെന്നും വെളിപ്പെടുത്തുന്നതാണ് ഈ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞത്. അതിൽ കൂടെ ശരിക്കും മനസ്സിലാക്കണം, മനുഷ്യരായ നാം ആരാണെന്നും ക്രിസ്തു നമുക്ക് വേണ്ടി ആരാണെന്നും വെളിപ്പെടുത്തി തരുന്നതാണ് ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഇതിൽ കൂടെ എനിക്ക് ക്രിസ്തുവിന്റെ ആവശ്യകത എന്താണ്, ഡീപ് നെസസിറ്റി എന്താണ്, ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്
ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട, കൈക്കൊള്ളേണ്ട, അവനുമായി അനുസരണത്തിൽ ഒന്നായി തീരേണ്ട ആവശ്യകത എന്താണ് ശരിക്കും മനസ്സിലാക്കിയിട്ട് അവനെ മുറുകെ പിടിക്കുവാനാണ് പുസ്തകം ഉപദേശിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ ആ നാളെ തെറ്റിപ്പോകരുത്. അപ്പൊ ചിലവർക്ക് ഉപദേശം അവരുടെ ദൈവമാണ്. ഒരു പാസ്റ്റർ നല്ല രീതിയിൽ ഉപദേശിക്കുന്നെങ്കിൽ ആ പാസ്റ്റർ അവരുടെ ദൈവമാണ്. പാസ്റ്റർ അല്ല രക്ഷിക്കുന്നത്. Pastor or even the true doctor is not saving you but Christ. True doctrine എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഡീപ്പ് നെസസിറ്റി എന്താണെന്ന് ശരിയായ ഉപദേശത്തിൽ കൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആദാമിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. ആദാമിൽ നിങ്ങൾ വീണുപോയി അവന്റെ സിന്നിന്റെ കോൺസിക്വൻസുമായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പാപ സ്വഭാവമുണ്ട്. നിങ്ങളുടെ നേച്ചർ അതാണ്. നിങ്ങൾ പാപമേ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ള പാപപ്രവർത്തികൾ നിങ്ങളിൽ വസിക്കുന്ന പാപം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ ഏകജാതനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചിട്ട് നിങ്ങളുടെ മേലുള്ള നിങ്ങളുടെ ശരീരത്തിൽ പ്രാണൻ ആത്മാവിലുള്ള ശിക്ഷ തന്റെ ശരീരത്തിൽ പ്രാണൻ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ നിങ്ങൾക്ക് പകരക്കാരനുമായി മരിച്ചു നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് റോമലേഖനം 3:25 വായിച്ചല്ലോ, വിശ്വസിക്കുന്ന ഏവർക്കും അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകും അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. If you accept him as your savior and Lord, you can be saved from the curse of God, from the wrath of God. സൈത്താന്റെ കയ്യിൽ നിന്നല്ല, ദൈവ കോപത്തിന് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. പിന്നെ അതോട് തീർന്നോ? ഇല്ല. നിങ്ങളിൽ സിൻഫുൾ നേച്ചർ ആയിരുന്നു, ദൈവത്തോട് ശത്രുത്വമുള്ള ഒരു ശക്തിയായിരുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടാത്തായിരുന്നു. എന്നാൽ തന്റെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായ ക്രിസ്തുവാണ് നിങ്ങളെ അനുസരണത്തിൽ തികഞ്ഞവനാക്കാൻ വിളിക്കുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അവനുമായിട്ട് ഒന്നായി ചേർന്ന് മുന്നോട്ട് പോയി അനുസരണത്തിൽ തികഞ്ഞാൽ നിങ്ങൾക്ക് നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെയാകാം. അല്ലാത്ത നിത്യതൊക്കെയും ലേക്ക് ഓഫ് ഫയറിലായിരിക്കും. അതൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ആൾക്കാരെ പേടിപ്പിക്കുന്ന കത്തോലിക്കിന്റെ പുതിയ ഉപദേശം അതാണ്. നിങ്ങളൊക്കെ ആൾക്കാരെ പേടിപ്പിച്ച് നരം കൊണ്ടെന്ന് പറയുന്നത് ദൈവം കരുണാസമ്പന്നനല്ലയോ? ദൈവം സ്നേഹം തന്നെ. ഇതൊക്കെ വചനെടുത്ത് പറഞ്ഞുകൊണ്ട് ജനത്തെ ഇരുട്ടിൽ പാർപ്പിക്കുകയാണ്. ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ അപ്പോൾ അവൻ ശരിയായ ഡോക്ടറിനെ കീപ്പപ്പ് ചെയ്ത് അതിനകത്ത് കറപ്ഷൻസ് ഒന്നും വരാതെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയെ കുറിച്ചുകൊണ്ട്. ഇവിടുന്ന് വന്ന് കയറി വന്ന് കുറച്ച് ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ ആരും പറഞ്ഞ് കേട്ട് പറയുന്നതല്ല. ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അടിസ്ഥാന ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കി തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞതിന് ശേഷം വേണം പ്രസംഗിക്കാൻ, ഉപദേശിക്കാൻ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതപ്പോൾ പറയും, ഞാൻ ജ്ഞാനത്തിന്റെ വാക്കുകളല്ല പറയുന്നത്. ഞാൻ കുറെ ജ്ഞാനം പഠിച്ചുകൊണ്ട് ആർക്ക് സാധിക്കും? നിങ്ങൾക്ക് സാധിക്കും. ദൈവവചനം എടുത്തുകൊണ്ട് ജ്ഞാനം പ്രസംഗിക്കാം. കുറെ ജ്ഞാനം സത്യവചനമായിട്ട് തന്നെ പ്രസംഗിക്കാം. അത് ശരിയാണെന്ന്. പക്ഷേ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു ആരാണെന്ന് അനുഭവിച്ചറിയാത്തോടത്തോളം അത് വിശ്വാസമല്ല. ഇറ്റ്സ് എ ഡിസ്പ്ലേ ഓഫ് ദ വിസ്ഡം. നോളേജിന്റെ ഒരു പ്രദർശനം മാത്രമാണ്. പോൾ പറഞ്ഞത് അതല്ല കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഉപദേശിക്കുന്നവനെങ്കിൽ, മറ്റൊരാൾ ഉപദേശിക്കുന്നവനെങ്കിൽ നീ സത്യോപദേശം പഠിച്ചു, ദൈവത്തിന്റെ ആത്മാവ് തന്നെ അതിനെ പഠിപ്പിക്കുന്ന സമയത്ത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് നീ അത് അനുഭവിച്ചറിയണം. ഫോർ എക്സാമ്പിൾ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഇത് നീ പഠിച്ചു, ശരിയായ വചനം പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. പക്ഷെ നിന്റെ ജീവിതത്തില് നീ മരിച്ചിരിക്കുന്ന അവസ്ഥ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുകയും, ഏകമനുഷ്യ പാപത്തെ മരണം ലോകത്തെ കടന്നു, എല്ലാവരും ദൈവത്തെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ ശരിയാണ്, നിനക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം. പക്ഷെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് നിന്റെ സോള് മരിച്ചിരിക്കുന്ന നീ അനുഭവിച്ചറിയാത്തോടത്തോളം നിത്യജീവനായി ക്രിസ്തുവിനെ നീ ദാഹിക്കുകയില്ല. നിത്യജീവന് വേണ്ടി നീ ആഗ്രഹിക്കില്ല. നീ ഉപദേശം പഠിക്കും, അത് പ്രസംഗിക്കാൻ സാധിക്കും. വേണമെങ്കിൽ PhD എടുക്കാം, 2 or 3 PhD വേണം നേടാം.
പക്ഷെ നീ പറയുന്ന വാക്കുകളിൽ കൂടെ പോകുന്നത് ജ്ഞാനത്തിന്റെ പ്രദർശനം മാത്രമായിരിക്കും. അത് കേൾക്കുന്നവന് ജീവൻ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അവന്റെ അടിപ്പിടുക രോഗസൗഖ്യമുണ്ടെന്ന് ഉപദേശിച്ച് സ്ഥാപിക്കുകയാണ്. നീ അത് ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നത് അവന്റെ കൃപയാലാണ്, നിന്റെ കഴിവിനാലല്ല. അവന്റെ കൃപയാൽ ഞാൻ ഇത് അനുഭവിക്കുന്നത്, അവനെന്നെ നിർത്തിയിരിക്കുന്നു എന്ന് നിനക്ക് പ്രസംഗിക്കണമെങ്കിൽ നീ അത് അനുഭവിക്കുന്നവനായിരിക്കണം. ക്രിസ്തുവിൽ പാപമോചനമുണ്ട്. ഏറ്റവും ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും, ക്രിസ്തുവിൽ പാപമോചനമുണ്ട് എന്ന് പ്രസംഗിക്കണമെങ്കിൽ നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്റെ പാപം ക്ഷമിച്ച് കിട്ടിയത് അനുഭവിച്ചറിഞ്ഞിരിക്കണം. ക്ഷമിച്ച് കിട്ടിയതുമല്ല, ദൈവമായിട്ട് റീകൺസൈൽ ആയത്, നിരപ്പ് പ്രാപിച്ചത് നിന്റെ സോൾ അനുഭവിച്ചിരിക്കണം. അല്ലെങ്കിൽ നീ പ്രസംഗിക്കുന്നത് വെറും ജ്ഞാനത്തിന്റെ വാക്കുകളായിരിക്കും. ഉപദേശം ശരിയാണെന്ന് നിനക്ക് തോന്നും, പക്ഷേ നിന്റെ വാക്കുകൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല. കേൾക്കുന്നവൻ വിശ്വസിക്കും, പക്ഷെ അവന് പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവന് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം പ്രസംഗിച്ചവനും പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവൻ എന്തൊക്കെ അടിച്ചു കയറ്റി, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ടെംപ്ടേഷൻ വരുമ്പോൾ, പ്രതികൂല സാഹചര്യം വരുമ്പോൾ നിന്റെ വാക്ക് കേൾക്കുന്നവൻ തകർന്നു പോകും. ആ ആത്മാവിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലായോ? ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അടിസ്ഥാന ഉപദേശം മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്ത്, യെസ്, ക്രിസ്തുവിൽ എനിക്ക് പാപമോചനമുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നവനെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. നീ ഇത് അനുഭവിക്കാത്തോടത്തോളം നിനക്ക് എങ്ങനെ ഉപദേശിക്കാൻ സാധിക്കും? ഇതിന് കുറച്ച് വില കൊടുക്കണം. ഇതിന് വില കൊടുക്കണം. നിന്റെ നെഗറ്റീവ് സൈഡ് നിന്റെ മുമ്പിൽ വന്നിട്ട് നീ ലോകത്തിൽ ആശ്രയിക്കുമോ, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആശ്രയിക്കുമോ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജയം പ്രാപിക്കുന്നെങ്കിൽ നിനക്ക് ഉപദേശിക്കാൻ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നിനക്ക് പരിശുദ്ധാത്മാവ് സർട്ടിഫിക്കറ്റ് തരും, ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. അപ്പോൾ നിന്റെ വാക്ക് കേൾക്കുന്ന ഒരു ജീവൻ ഉണ്ടാകും. അല്ലെങ്കിൽ നിന്റെ വാക്ക് കേൾക്കുന്ന തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ അവന്റെ കയ്യിലുള്ള പോക്കറ്റുള്ളതൊക്കെ നിനക്ക് തരും, പക്ഷെ ആത്മാവിന്റെ കണക്ക് നീ ചോദിക്കേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ എക്സോട്ടേഷൻ. ഇന്ന് വളരെ സാമർത്ഥ്യം എല്ലാവരും ഒരാളോട് കേട്ട് അങ്ങ് ഉപദേശിക്കാൻ സാമർത്ഥ്യമാ, പ്രബോധിപ്പിക്കാൻ സാമർത്ഥ്യമാ. ഇന്നിപ്പോ യൂട്യൂബില് ഒരു മെയിൽ ഐ ഡിയും ഒരു ഫോൺ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും കയറി അങ്ങ് ഉപദേശിക്കാം. യൂട്യൂബിൽ ചാനൽ തുടങ്ങാം, കയറി അങ്ങ് പ്രസംഗിക്കുക. കുറച്ച് സാമ്പത്തിക വരുമാനം ഉണ്ടെന്ന് ഞാൻ കേൾക്കണം, പക്ഷെ ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല, നോക്കിയിട്ടുമില്ല. അങ്ങനെ ചെയ്തവരുണ്ട്. അപ്പോൾ അവർ പറയും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താ ഫോർവേഡ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതൊക്കെ പറയും. എന്തറിയാ, ചില്ലറ കിട്ടാൻ വേണ്ടിയാ. ആയിരക്കണക്കിന് സബ്ജക്റ്റ് ഉണ്ട് യൂട്യൂബില്. അതുപോലെയുള്ളതിനും പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുമായിട്ടുള്ള പേഴ്സണൽ റിലേഷനിൽ നിനക്ക് പ്രബോധനം കിട്ടിയെങ്കിൽ, ക്രിസ്തുവിനുള്ള ആശ്വാസത്തിൽ നിനക്കൊരു എക്സോട്ടേഷൻ കിട്ടിയെങ്കിൽ, നിനക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിന് ആശ്വാസമാവും. കഷ്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ അവന്റെ സിന്നായിരിക്കാം, ഒരു പക്ഷേ ശത്രുവിനോട് പോരാടുന്നതായിരിക്കാം, ദൈവം ഒരു പക്ഷെ അവന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം. അത് വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലായി, സാരമില്ല, ഞാനും ഈ പാതയിൽ കൂടെ പോയതായിരുന്നു, പക്ഷെ കർത്താവ് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എൻ്റെ ചില കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, മറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കർത്താവ് എനിക്ക് ആ തീയുടെ ചൂളയുടെ നടുവിൽ ആ ഡ്രോസിനെ ആ കിട്ടത്തൊക്കെ ഉരിഞ്ഞു കളയാൻ എനിക്ക് കൃപ ലഭിച്ചു. ഞാൻ അറിയാതെ കൊണ്ടു നടക്കായിരുന്നു, താലോലിച്ച്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ താലോലിച്ച് കൊണ്ടു നടക്കായിരുന്നു. പക്ഷെ തീയുടെ ചൂടിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് അതിനോട് വെറുപ്പ് തോന്നി, എനിക്കത് ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞാൻ എടുക്കില്ല. ഛർദ്ദിച്ച് കളഞ്ഞതിന് തിരിച്ചെടുത്തതിന് വിളിക്കുന്ന പേര് നായ എന്നാ. എൻ്റെ അറിവിൽ ലോകത്തിൽ വേറെ ഒരു ജീവിയില്ല ഛർദ്ദിച്ച് തിന്നുന്നത്. അപ്പൊ പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ ഇത് രണ്ടും ഏകദേശം ഒരേപോലെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇതിന് രണ്ടിനും ബേസിക് വേണ്ടത് കർത്താവ്. പൗലോസ് പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും. അപ്പോൾ പറയാ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവ് സകല ഉപദേശിക്കുക. അങ്ങനെയാണെങ്കിൽ 5 വിധ ശുശ്രൂഷകളിൽ ഉപദേശകൻ എന്നൊരു ഒരു ശുശ്രൂഷ കൂടിയുണ്ട്. അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഇടയൻ. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെ അല്ലെങ്കിൽ കർത്താവ് തന്നെ ഞാൻ എൻ്റെ കർത്താവ് മാത്രം ഉപദേശിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ശുശ്രൂഷയുടെ കർത്താവ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതൊക്കെ എന്താ അറിയാമോ?
ശരീരത്തിൽ അവയവമാണെങ്കിൽ ശരീരത്തിൽ ചേർന്ന് നിൽക്കണം. തലയിൽ നിന്ന് എനിക്ക് കൺട്രോൾ കിട്ടണം. തലയിൽ നിന്നാണ് ഓരോ അവയവവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ച് സംശയം എളുപ്പത്തിൽ കിടന്ന് പിടയ്ക്കും. അത് കഴിയുമ്പോൾ ചീഞ്ഞ് നാറാൻ തുടങ്ങും. കാരണം എന്താ? ചത്തു. പ്രവൃത്തി എന്നറിയാം, ഇത് ചീഞ്ഞ് നാറുന്നതാണോ, ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടോ, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണോ ഈ അവയവിരിക്കുന്നത്, സ്വഭാവത്തിൽ നിന്നറിയാം. ചർച്ചിനകത്ത് പാസ്റ്റർമാരായിക്കോട്ടെ, സെൻട്രൽ പാസ്റ്റർമാരായിക്കോട്ടെ, വലിയ വലിയ വീരന്മാരായിക്കോട്ടെ, വലിയ വലിയ ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്നവരായിക്കോട്ടെ, ഇപ്പോൾ ലൈവിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ അവയവം ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലാണോ ഇല്ലയോ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ചിനകത്ത് ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ സൗജന്യ നീതീകരണം പ്രാപിച്ചവന്റെ ചർച്ചിനകത്ത് പ്രവർത്തികൾ എങ്ങനെയാണെന്ന് ഈ കാര്യത്തിൽ മനസ്സിലാക്കി തരുന്നത്. അതിന് ആദ്യം പറഞ്ഞെന്തായിരുന്നു? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക, യാഗപീഠത്തിൽ കെട്ടിവെക്കുക, പിന്നെ അവിടുത്തെ എടുക്കരുത്. സ്തോത്രം. ഇത് നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ 3 കാര്യം ചിന്തിച്ചു. ഒന്ന് പ്രവചനത്തിൽ, 4 കാര്യമാണെന്ന് വെച്ചു. ഒന്ന് പ്രവചനത്തിലെങ്കിൽ വിശ്വാസത്തിൽ. സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് എടുത്തതാണ്. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നിങ്ങൾ ആരോടും ഒരു വാക്ക് പറയുക. പാസ്റ്റർ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആ അനുഭവം ഇല്ലെങ്കിൽ പറയാം, നാളെ വായ തുറക്കരുത്. നിന്റെ ഹൃദയത്തിൽ നിനക്ക് വ്യക്തിപരമായ ഒരു അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ അത് മൂടി വയ്ക്കാനല്ല, ആ കഷ്ടത്തിൽ കൂടെ പോകുന്ന ഒരാളും ധൈര്യപ്പെടുത്താനാണ്. ഭാരപ്പെടേണ്ട, ഞാൻ ഈ വഴി കൂടെ പോയതാ, പക്ഷെ എൻ്റെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും കർത്താവ് ഇല്ലെന്ന്, പക്ഷേ ഈസ് ദെയർ. ഒരിക്കൽ കൈവിടുന്നവനല്ല അവൻ. മുൻപടയും പിൻപടയും, പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിസ്തംഭത്തിൽ നടക്കുന്നവനാ. അത് പിന്മാറുന്നില്ല, അത് വിട്ടുമാറുന്നില്ല. അവിടെ സ്ഥാനത്തോളം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. അവനാണ് നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. പുത്രനിലേക്ക് നമ്മൾ അടുപ്പിച്ച ദൈവമാണ്. അവനാണ് നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും അല്ല. ധൈര്യപ്പെട്. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് വീക്കായിരിക്കും, എന്നാൽ പ്രാർത്ഥിക്കേണ്ടതല്ല. ധൈര്യപ്പെട്. നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല ശത്രുവാദിക്കുക. ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ലല്ലോ, ശത്രു നിന്നെ ഉപദേശിച്ചോ, നീ ബന്ധനത്തിൽപ്പെട്ടിരിക്കണം. പക്ഷെ എൻ്റെ കർത്താവ് നല്ല പ്രവൃത്തി ആരംഭിച്ചത്, അവൻ എന്നെ യഥാസ്ഥാനപ്പെടുത്തും. വീഴാടുന്നവിടെ എന്നെ സൂക്ഷിക്കും. തെറ്റായ മാർഗം നടക്കുന്നവനോ ആത്മാവിലെ നീതിരക്കപ്പെട്ടവരായി സഹോദര എന്ന് തോന്നി. ഈ ഒരു പരിപാടി ചർച്ചിനകത്ത് നീ വീണ്ടും ജനം പ്രാപിച്ചവരല്ലേ, സൗജന്യമായ നീതീകരണം പ്രാപിച്ചവരല്ലേ. പക്ഷെ നിൻ്റെ പ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ. ദൈവവചനം എങ്ങനെയാണ്? പക്ഷെ അത് വളരെ പ്രാർത്ഥനയോടുകൂടെ ചെയ്തില്ലെങ്കിൽ അവൻ തിരിച്ചടിക്കും. ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഉപദേശവും പ്രബോധനത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞത് പേഴ്സണൽ എക്സ്പീരിയൻസ് നേടുക. പേഴ്സണൽ എക്സ്പീരിയൻസ്, ക്രിസ്തുമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്. അതിന് ജീവനുണ്ട്. നീ അത് മറ്റൊരാളോട് പറഞ്ഞാൽ ആ ഭാരത്തിലിരിക്കുന്നവൻ ജീവിക്കും, മരിച്ചുകൊണ്ടിരിക്കുന്നവൻ ജീവിക്കും, അവൻ ക്രിസ്തുവിനെ ആശ്രയിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയാകട്ടെ. ദൈവമേ കർത്താവ് വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവ സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ തോന്നിയല്ലോ കർത്താവ്, ഞങ്ങൾ എത്രമാത്രം ബലഹീനരാണ്. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് സാധ്യമല്ല കർത്താവ്. നീ ഞങ്ങളെ വസിച്ച് നിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.